ഭാസ്കരക്കാരനവർ വധക്കേസ് പ്രതി ഷെറിന്റെ മോചനത്തിലുള്ള മന്ത്രിസഭാ തീരുമാനം മുൻഗണന ലംഘിച്ച് മോചനത്തിലുള്ള നീക്കം 20 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചവരെയും പിന്തള്ളി വിവിധ ജയിലുകളിൽ ഷെറിനുണ്ടാക്കിയ പ്രശ്നങ്ങളും അവഗണിച്ചാണ് സർക്കാർ തീരുമാനം. അജീഷ് ജയകുമാർ തിരുവനന്തപുരം ചെയ്യുന്നു. അജീഷ്, ചില മാനദണ്ഡങ്ങൾ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് മോചനം നൽകാറുള്ളത്. ഇപ്പോൾ 20 വർഷത്തിലധികം ശിക്ഷ അനുഭവിക്കുന്നവർ ജയിലിൽ അതേപടി കടക്കുമ്പോൾ 14 വർഷം ശിക്ഷ അനുഭവിച്ച ഷെറിനെ വിടുതൽ നൽകുന്നു. അതും ആ 14 വർഷത്തിൽ 400-ലേറെ ദിവസങ്ങൾ പരോളുമായി പുറത്തിറങ്ങിയ കുറ്റവാളി കൂടിയാണ് ഷെറിൻ. അപ്പോൾ ഒരു ഇടപെടൽ, ഒരു സ്വാധീനം ഈ വിടുതലുമായി ബന്ധപ്പെട്ട് ഉണ്ടായെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് പരിശോധിക്കാതിരുന്നത്? സുഹൈൽ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്തെ ഈ ഏറ്റവും വലിയ, അതായത് കുറ്റാന്വേഷണം, അതായത് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരുടെ ഈ ഒരു കാലയളവ്, ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന കാലയളവിൽ ഏറ്റവും കൂടുതൽ കാലം പരോളിനിറങ്ങിയ ഒരു പ്രതി കൂടിയാണ് ഷെറിൻ. ഏതാണ്ട് 500 ദിവസത്തോളമാണ് ഷെറിൻ ഈ കാലം അത്രയും 14 വർഷത്തിൻ്റെ ശിക്ഷാ കാലയളവിനിടയിൽ പരോളിൽ കഴിഞ്ഞതിൽ. കോവിഡ് കാലത്തൊക്കെ ഏറെ 2 മാസത്തോളം ജയിലിന് പുറത്തായിരുന്നു ഷെറിൻ കഴിഞ്ഞിരുന്നത്. മാത്രമല്ല 2016 ഈ ഇലക്ഷൻ സമയത്തൊക്കെ ഷെറിൻ പുറത്തായിരുന്നു പരോളിൽ. അങ്ങനെ ഷെറിനെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ജയിലിനകത്ത് തന്നെ പലതവണ കേട്ടിട്ടുണ്ടായിരുന്നു. 2010 ഈ ഭാസ്കരക്കാരനവർ കൊലക്കേസിൽ പ്രതിയായ ഷെറിനെ കുറ്റക്കാരിയായി പ്രഖ്യാപിക്കുന്നത്, വിധി വരുന്നത്. അതിനുശേഷം തിരുവനന്തപുരം പൂജപ്പുറ സെൻട്രൽ ജയിലിലാണ് ഷെറിനെ കൊണ്ടുവന്നത്. ഈ 14 വർഷം കഴിയുമ്പോൾ ഇന്നലെയാണ് മന്ത്രിസഭാ യോഗം ഷെറിനെ ജയിൽ മോചിതയാക്കാൻ തീരുമാനിക്കുന്നത്. ഈ 2 വർഷത്തിൽ 2 തവണയാണ് ഈ ജയിൽ വകുപ്പിൽ ജയിൽ ഉപദേശക സമിതി ഈ ജയിലിൽ നിന്ന് ജയിൽ മോചിതനാകാൻ പ്രാപ്തരായവരുടെ പട്ടിക ആഭ്യന്തര വകുപ്പിന് നൽകുന്നത്. ജയിൽ DGP മുഖേന ആഭ്യന്തര വകുപ്പ് അത് മന്ത്രിസഭയ്ക്ക് നൽകും. മന്ത്രിസഭ അതിൽ തീരുമാനമെടുക്കും. എല്ലാ വർഷവും അങ്ങനെയാണ് നടക്കാറ്. ഇന്നലെ ചേർന്ന മന്ത്രിസഭയും അങ്ങനെയാണ് ഷെറിന്റെ മോചനത്തിൽ ഉൾപ്പെട്ടത്. ആ പട്ടികയിൽ ഷെറിന്റെ പേര് ഉൾപ്പെട്ടത്. പക്ഷേ സംസ്ഥാനത്തെ പല ജയിലുകളിലായി തന്നെ 20 വർഷത്തിലധികം ജയിൽ ശിക്ഷ അനുഭവിച്ച നിരവധി തടവുകാരുണ്ട്. ഇതിൽ പലരും ആരോഗ്യസ്ഥിതി ഗുരുതരമായ അവസ്ഥയിലുണ്ട്, പ്രായമായവരുണ്ട്, സ്ത്രീകളുണ്ട്, കിടപ്പ് രോഗികളടക്കം തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടക്കമുള്ളവരുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ കിടക്കുമ്പോഴാണ് 14 വർഷം മാത്രം ജയിൽ ശിക്ഷ അനുഭവിച്ച 3 ജീവപര്യന്തത്തിനാണ് ഷെറിനെ ശിക്ഷിച്ചെന്ന് ഓർക്കണം. 14 വർഷത്തിന് ജയിൽ ശിക്ഷ ഷെറിനോടൊപ്പം തന്നെ ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട 2ാം പ്രതിയും 3ാം പ്രതിയും ഒക്കെ ഉണ്ട്. അവരൊക്കെ ജയിലിൽ അവിടെ തുടരുമ്പോഴാണ് 1ാം പ്രതി 14 വർഷത്തിൽ 2 വർഷം പുറത്തിറങ്ങിയ പ്രതിക്ക് വല്ലാത്ത പ്രിവിലേജുകൾ നൽകിക്കൊണ്ട് വിടുതലിനുള്ള അംഗീകാരം മന്ത്രിസഭ നൽകിയിരിക്കുന്നു. അജീഷാണ് വാർത്തയുടെ വിശദാംശം നൽകിയത്.